ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ടോട്ടൽ സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസം മുമ്പ് ഇവിടെ ഒരു മുള ഒടിഞ്ഞ് വീണു. ഗോൾഡൻ ബാമ്പു ആണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ ആ ഒടിഞ്ഞ ഭാഗം വെച്ച് അറുത്ത് താഴെ ഇട്ടിട്ട് അതിലൊരു പുട്ടുകുറ്റി, ഈ മുള കൊണ്ട് ഒരു പുട്ടുകുറ്റി ഉണ്ടാക്കിയല്ലോ. എന്താ പണ്ടല്ല ഇപ്പോഴും ഒക്കെ നമുക്ക് മുളയിലുള്ള പുട്ട് നമ്മൾ കടകളിൽ പോയി വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. സ്വന്തമായിട്ട് മുളയിൽ പുട്ടുണ്ടാക്കി കഴിച്ച് നോക്കാം എന്നൊരു ഐഡിയ തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. മുള കൊണ്ട് പുട്ടുകുറ്റി ഉണ്ടാക്കുന്നതും അതിൽ പുട്ടുണ്ടാക്കി കഴിക്കുന്നതും. നമുക്ക് ചെമ്പ വരയിട്ട് തന്നെ പുട്ടുണ്ടാക്കി കഴിച്ച് കളയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്കിൻ്റെ പൊടിപ്പൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഈ മുട്ടിനെ താഴെ വെച്ചങ്ങ് അറുത്തെടുക്കാം. നല്ല റൗണ്ടിന് തന്നെ അറുത്തെടുക്കുക. നമുക്ക് ഇത്രയും നീളം വേണ്ട. നമുക്കിതിൻ്റെ നീളം ഒന്ന് കുറച്ച് കുറയ്ക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ നമുക്കൊരു ഹോളിട്ട് കൊടുക്കണം, ആവി കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം. നമ്മൾ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് ഇതിനെ. അതുപോലെ തന്നെ ഇനി വേവിച്ചെടുക്കുമ്പോൾ കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് കയറൂടെ ഇതിൻ്റെ മുകളിൽ കെട്ടണം. നമ്മൾ കയറ് കെട്ടുകയാണ്. കയറ് കെട്ടാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഭാഗം ഇവിടം തൊട്ട് ഇതുവരെ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്ത് ഇവിടെ കൈ കൊണ്ട് വെച്ച് പതുക്കെ ചുറ്റി തുടങ്ങുക. കാരണം ആ ലാസ്റ്റ് പാർട്ട് നമുക്ക് അവസാനം ഇത് കെട്ടി മുറുക്കാനായിട്ട് നമുക്കത് വേണം. എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കെട്ടി മുറുക്കിയിട്ടുണ്ട്. പുട്ടുകുടത്തിൽ ഇത് പാകമല്ല, ഈ മുളംകുറ്റി. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, നമുക്ക് താഴെ കുറച്ച് കയറ് കെട്ടി കൊടുക്കാം. നമ്മളിപ്പോൾ താഴെ കയറ് ചുറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുടത്തിലിത് ഫിറ്റാണ്. ഈ മുളംകുറ്റിയുടെ പിറകു ഭാഗത്ത് ആവി കയറുന്ന ചില്ലിടുന്ന ഭാഗത്ത് ഒരു വൃത്തരൂപത്തിൽ ഇതുപോലെ ഒരു ഹോളിടണം. അതിടുമ്പോൾ സൂക്ഷിച്ചിടണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ കട്ടിയില്ല ഈ ഭാഗത്തിന്, അപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വൃത്തത്തിൻ്റെ അളവ് ഓവറായിട്ട് വലുതാവരുത്, കാരണം ചില്ല് തങ്ങി നിൽക്കാൻ വേണം അവിടെ. ഇത് ചിരട്ട കൊണ്ടുള്ളൊരു ചില്ലാണ്, വീട്ടിൽ ആൾറെഡി യൂസ് ചെയ്ത് വരുന്ന ചില്ലാണ്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ മുളംകുറ്റിയിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ അടുപ്പ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ അടുപ്പാണ്. ഒരു സ്പെഷ്യൽ റോക്കറ്റ് സ്റ്റവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പണ്ട് കാലത്തെ വീട്ടിനൊക്കെ ഉണ്ടായിരുന്ന ഒരു വെൻറ്റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ജാളി എന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള 2-3 ഐറ്റംസ് കൂടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു റോക്കറ്റ് സ്റ്റവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. എത്ര കണ്ട് വിജയിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. ഈ റൗണ്ട് അതിൻ്റെ ഒപ്പം തന്നെയുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിൽ നിന്ന് അടർന്നു പോയതാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. അതായത് ഷാജഹാൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വെൻറ്റിലേഷൻ സിസ്റ്റമാണ് ഈ ജാളി എന്ന് പറയുന്നത്. താജ്മഹലിലൊക്കെ ഇതിൻ്റെ വേറൊരു വേർഷൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് നമ്മുടെ മുൻ തലമുറക്കാർ പഴയ വീടുകൾക്കൊക്കെ യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പഴയ വീട്ടിലും ഉണ്ടായിരുന്നു ഈ സിസ്റ്റം. പക്ഷേ ഇപ്പോഴത്തെ വീടുകൾക്കൊന്നും ഈ സിസ്റ്റം കണ്ടുവരാറില്ല. അപ്പോൾ ഇതിൻ്റെ അടർന്നുപോയ പാർട്ടുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു റോക്കറ്റ് സ്റ്റവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റോക്കറ്റ് സ്റ്റവ് തയ്യാറായി കഴിഞ്ഞു. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായി വരുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച ഇതാണ്. ഇത് സിമൻറ്റ് കൊണ്ടുള്ളതാണ് ഈ ജാളി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും റോക്കറ്റ് സ്റ്റവ് കട്ട അടുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ധാരാളം കട്ട വേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കിട്ടിയ സംഭവം കൊണ്ട് ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. തീ കത്തിച്ചിട്ടുണ്ട്. നല്ല കാറ്റുള്ളതുകൊണ്ട് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ച ഒന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. സംഗതി കൊള്ളാം, ഏറ്റവും എന്നാണ് തോന്നുന്നത്.
ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ചെമ്പ പുട്ടുപൊടിയാണ്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നടുക്കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അവസാനം ടോപ്പിലും മുകൾ ഭാഗം തേങ്ങ വെച്ച് നിറയ്ക്കാം. പുട്ട് കുടത്തിൽ കറക്റ്റ് ഫിറ്റാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊരു ചിരട്ട വെച്ച് തന്നെ അടയ്ക്കാം. ഇപ്പം എല്ലാം നാച്ചുറൽ സാധനങ്ങൾ മാത്രമായി. ഈ മുളങ്കൂട്ടത്തിനടുത്ത് തന്നെയാണ് നമ്മളിവിടെ അടുപ്പ് കൂട്ടിയേക്കുന്നത്. മുളയുടെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട്. അതിന് നല്ല ഹൈറ്റിൽ പോയേക്കാണ്. കൊണ്ട് വെച്ചപ്പോൾ ചെറുതായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് നല്ല ഹൈറ്റുള്ള മുളയാണ്. ഗോൾഡൻ ബാമ്പു ആണ്, ഔഷധ മൂല്യമുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന പുട്ടിനും അതുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചത്, നമ്മൾ ഈ താഴെ കയറ് കെട്ടിയ ഭാഗത്ത് ഇതിലൂടെ ആവി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ ഒരു തുണി എടുത്ത് ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കാരണം അങ്ങനെ ആവി പോയാൽ ഇത് വേവാവാൻ താമസിക്കും. അപ്പം പുട്ടിന്ന് ആവി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ച മുളയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ജലാംശം വറ്റി വരളാനുള്ള ഒരു ടൈം കൂടുതൽ എടുത്തിട്ടുണ്ട്. സാധാരണ പുട്ട് വേവുന്നതിനെക്കാട്ടി ഒരല്പം കൂടെ ടൈം എടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ പുട്ട് എടുക്കുകയാണ്. നമ്മുടെ പുട്ട് തയ്യാറായിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ആ മുളയിലെ സത്തെല്ലാം അതിനകത്ത് ഊറി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സൈഡ് ഡിഷ് മുട്ടക്കറിയാണ്. നമ്മൾ നേരത്തെ ഇത് തയ്യാറാക്കി വച്ചിരുന്നതാണ്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇപ്പം നമ്മുടെ പുട്ടും മുട്ടക്കറിയും തയ്യാറായി കഴിഞ്ഞു. അപ്പം മുളങ്കുറ്റിയിലുണ്ടാക്കിയ ചെമ്പാവ് പുട്ടും മുട്ടക്കറിയും തയ്യാറായിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മുള വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ശ്രമിക്കാം. പക്ഷേ ഇതിന് വേണ്ടി മുള വെട്ടണമെന്ന് ഞാൻ പറയത്തില്ല. ഇതുപോലെ ഒടിഞ്ഞ് വീണതോ മറ്റോ ആയിട്ടുള്ള മുളയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ആൻഡ് സ്റ്റേ സേഫ്.